സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് ഇതിൽ എഴുതിയിരിക്കുന്നത് മൈ ഹിന്ദു ഹസ്ബൻഡ് ഈസ് വെയിറ്റിംഗ് ഫോർ മൈ ദുവ എന്നാണ്. എൻ്റെ ഹിന്ദുവായിട്ടുള്ള എൻ്റെ ഭർത്താവ് എൻ്റെ ദുവയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞതിന് ശേഷം മുഖത്തേക്ക് ഇങ്ങനെ ഊതുന്ന മാതിരി എന്തോ കാണിക്കുന്നുണ്ട്. എനിക്കത് എന്താണെന്ന് അറിയില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് താഴ്ത്തുനിന്ന് എഴുതി വയ്ക്കണം. അറിയാത്തതുകൊണ്ട് പറയാണ്. എന്തായാലും ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരുപക്ഷെ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണോ, അത് ഫേക്കാണോ എന്ന് വലിയൊരു പിടുത്തമൊന്നുമില്ല. എന്തായാലും ഇത് നടക്കുമോ എന്ന് പറയുന്നൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ മലയാളികൾ, നമ്മുടെ കോഴിക്കോട് വ്യത്യസ്തമായിട്ടുള്ളൊരു വിവാഹം നടത്തും. ആ വിവാഹം കുറച്ച് ദിവസമായി നടന്നിട്ട് ഞാനത് എന്ത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കരുത്. നിങ്ങൾക്ക് കാണിച്ചു തരണോ വേണ്ടെന്നൊക്കെ. എന്തായാലും അതൊന്ന് കണ്ടു നോക്കൂ. കാരുണ്യവാനായ ദൈവത്തിന്റെ നാമത്തിൽ പ്രവാചക ഗുരുപരമ്പരയ്ക്ക് പ്രണാമം. ഒരു അനുഗ്രഹീതമായ സദസ്സിലാണ് നാം ഇപ്പോൾ ഉള്ളത്. വത്സലൻ രേഖ ദമ്പതികളുടെ മകൾ ആര്യ എവിയും മുഹമ്മദ് ഇസ്ഹാഖ് ഷാഹിദയുടെ മകൻ അലി കാർഗിലും. ആര്യയും അലിയും. സുഹൃത്തുക്കളെ, ആര്യയുടെയും അലിയുടെയും വിവാഹമാണ്. ആര്യ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വത്സലൻ ഒരു സ്ത്രീയുടെ പേര് മറന്നുപോയി. അവരുടെ മകളാണ് ആര്യ. വേറെ ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്ന്പ്പെട്ട ഒരാളുടെ മകനാണ് അലി എന്ന് പറയുന്നത്. ഈ രണ്ടുപേര് വിവാഹം നടത്തി കൊടുക്കുന്നതാകട്ടെ ഒരു മുസ്ലിയരാണ്, അല്ലെങ്കിൽ ഇത്തരം ഒരു മൗലവിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്ന, വിവാഹങ്ങളൊക്കെ നടത്തി കൊടുക്കുമ്പോൾ മുസ്ലിം വിവാഹത്തിലൊക്കെ നമ്മൾ കണ്ടായിരിക്കും ഈ രണ്ടുപേരുടെയും, അതായത് പിതാവിൻ്റെയും ഒപ്പം തന്നെ നമ്മുടെ ആ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ്റെയും കൈകളെങ്ങനെ ഒരുമിച്ച് പിടിക്കുന്ന ആൾക്കാരെ കണ്ടായിരിക്കും. ആ രണ്ടുപേരെയും ഇവിടെ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. ഇത് നമ്മുടെ കേരളത്തിൽ, മലയാളത്തിൽ ഇത് സാധ്യമോ? കാരണം ഒരു മുസ്ലിം എന്ന് പറയുന്ന ഒരാൾ ഹിന്ദു ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ്, വളരെ പ്രശ്നമുണ്ടാക്കാവുന്ന ഒന്നാണ്. അത് തീർച്ചയായിട്ടും അത്തരം വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം മതത്തിൽ തന്നെ ഒരു മൗലവി വരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്നിട്ടും നമ്മുടെ കേരളത്തിൽ ഇത് നടന്നു എന്നാണ്. ഇതിനെപ്പറ്റി ഞാൻ ഒന്ന് രണ്ട് പേരോട് പറഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞൊരു കാര്യം, അത് ശരിക്കുള്ള മുസ്ലിങ്ങളല്ല എന്നാണ്. അതായത് അവര് ശരിക്കുള്ള മുസ്ലിങ്ങളല്ല, അവരെന്തോ വേറെ എന്തൊരു തരം മുസ്ലിങ്ങളാണ്. ഒറിജിനൽ മുസ്ലിം ആണെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ല. എനിക്കറിയില്ല കേട്ടോ. ഇതിനെ പറ്റിയിട്ടൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന ആളുകളൊക്കെ ഒന്ന് പറഞ്ഞു. ഞാൻ കുറെ അന്വേഷിച്ച് നോക്കി എന്താണ് ഇവർ ഈ പറയുന്നത്. ഇവർ ചില ആളുകളൊന്നും ഒറിജിനൽ മുസ്ലിങ്ങളായിട്ട് കാണുന്നില്ല. ഇത് എനിക്ക് തോന്നിപ്പോയത് ഈ ഷിയാക്കളിൽ ഇപ്പോൾ സുന്നികളെ നേരം പോലത്തെ മുസ്ലിങ്ങളായിട്ട് കാണുന്നില്ല. ഇവർ രണ്ടുപേരും എന്താണ് റോഹിംഗ്യകളെ ഒരു മുസ്ലിം വിഭാഗമായിട്ട് കാണുന്നില്ല. ഇങ്ങനെ ഇവർക്കിടയിൽ തന്നെ ഇത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ പൊന്നാനിൽ ഞങ്ങളുടെ പുസ്ലാമാർ എന്നൊക്കെ പറയുന്നൊരു വിഭാഗം ഉണ്ടെന്ന്, പുതിയ ഇസ്ലാമുകൾ എന്ന് പറയുന്ന വിഭാഗം ഉണ്ടെന്നൊക്കെ പറയുന്നു. ഈ പുതിയ ഇസ്ലാമുകൾ ഒരു വലിയ പ്രശ്നം. ഈ പുതിയ ഇസ്ലാമുകളിൽ നിന്ന് അതുവരെ ഉണ്ടാകുന്ന പഴയ ഇസ്ലാമുകൾ പെണ്ണ് തേടുകയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കുകയോ അവർ തമ്മിൽ ബന്ധുക്കളാവുകയോ ചെയ്യുകയില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഇതിന് യാഥാർത്ഥ്യങ്ങൾ അറിയില്ല. ഒരു ഈ വീഡിയോ കാണുന്ന ആൾക്കാർ അത്തരം വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇതിന് കൃത്യമായിട്ട് അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് എടുക്കണം. ഇതിനെപ്പറ്റി ഇതിന് താഴത്ത് എന്തായാലും എഴുതി വെക്കണം. ഞാൻ പറഞ്ഞു തന്നു കേട്ടോ. എന്തായാലും ഇതൊന്ന് കണ്ടു നോക്കൂ. അകംപൊരുൾ ഭവനിൽ വെച്ച് നടന്ന ആര്യ അലി വിവാഹം. ഈ വിവാഹത്തിന്റെ സാക്ഷിയാകുവാനാണ് നാം എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ വിവാഹത്തിനുള്ള സവിശേഷത, ഈ രണ്ട് ആളുകളും രണ്ട് പ്രദേശത്തുകാരാണ് എന്നതുപോലെ രണ്ട് മതക്കാരുമാണ്. രണ്ട് മതക്കാർ തമ്മിൽ മതം മാറാതെയും അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ടും വിവാഹിതരാകാം എന്ന് വേദങ്ങളൊക്കെ പറയുന്നുവെങ്കിലും
അങ്ങനെ സാധാരണ നിലക്ക് നടന്നു വരുന്നത് കാണാറില്ല. ഓ, അങ്ങനെ ഉണ്ട് അല്ലേ? അതും എനിക്ക് വൃത്തിയായിട്ടും ഒരുപാതിൽപ്പെട്ട എല്ലാ ഉസ്താദന്മാരും പറയേണ്ടതാണ്. രണ്ട് മതത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ മതം മാറാത്തൊരു വിവാഹം സാധ്യമായിട്ടുള്ള ഒന്നാണത്രേ. ഓ, അങ്ങനെ അടിപൊളിയില്ല അതൊക്കെ. അതിന് കാരണം മനുഷ്യൻ സാമുദായികമായി മാത്രം ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഓ, ശരിയാണ്. പരസ്പരം ഉൾക്കൊള്ളാനും അറിയാനും അംഗീകരിക്കാനും സാധിക്കുന്ന ആളുകൾ ഏത് മത സമൂഹത്തിൽപ്പെട്ടവരാണെങ്കിലും പരസ്പരം വിവാഹം ചെയ്ത് ഒന്നിച്ച് ജീവിക്കാമെന്ന് ഖുർആൻ പറയുന്നു. സൂറ മാഇദയിൽ അത് വളരെ കൃത്യമായി പറയുന്നു. വേദക്കാർ പരസ്പരം വിവാഹം ചെയ്യാം. അടിപൊളി. പ്രവാചകന്മാർ അങ്ങനെ വിവാഹം ചെയ്തവരും ജീവിച്ചവരുമാണ്. അടച്ചനെ, ഇതൊക്കെ എനിക്ക് പുതിയ അറിവാണ് കേട്ടോ. വേദക്കാർ തമ്മിൽ, അതായത് വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകൾ, ഇനിയിപ്പോൾ ഇവിടെയുള്ളത് യജുർവേദം സാമൊക്കെ പഠിപ്പിക്കുന്ന കുറേ ഹിന്ദുക്കൾ, അപ്പുറത്തുള്ളത് ഖുർആൻ പഠിക്കുന്ന കുറേ മുസ്ലിങ്ങൾ, ഇവർ തമ്മിൽ മതം മാറാതെ തന്നെ വിവാഹം കഴിക്കാമെന്നുള്ളത്. പിന്നെ എന്തിനാണ് ഇവിടെ മതം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പള്ളികളൊക്കെ എന്തിനാണ്? കാരണം മതം മാറാതെ തന്നെ വിവാഹം കഴിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും അങ്ങനെ ജീവിച്ചിരുന്നുള്ള പ്രവാചകന്മാർ പോലും ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എനിക്ക് വലിയ ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട്, അങ്ങനെ മതം മാറാതെ വിവാഹം കഴിച്ച പ്രവാചകന്മാർ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. മതം മാറാത്തതിന് മറ്റുള്ള മതത്തിൽപ്പെട്ട സ്ത്രീകളൊക്കെ വിവാഹം കഴിച്ച പ്രവാചകന്മാരൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഇത് സാധ്യമാണ് എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറേ തല്ലും വെക്കണൊക്കെ ഉണ്ടാവുന്നത്? മതത്തിൻ്റെ പേരിൽ ഇവിടുന്ന് അങ്ങോട്ട് മതം മാറ്റുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് മതം മാറ്റുന്നു, ലവ് ജിഹാദ് എന്നുള്ള പേരിൽ അത് അറിയപ്പെടുന്നു. അവസാനം മുസ്ലിം വിഭാഗം മുഴുവൻ ലവ് ജിഹാദിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണെന്ന് BJP-ക്കാർ ആരോപിക്കുന്നു. BJP-ക്കാരത് ആരോപിക്കുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും നടക്കുന്നുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കേരള സ്റ്റോറി 1 എന്നും കേരള സ്റ്റോറി 2 എന്നും പേരിലുള്ള കുറേ പ്രൊപ്പഗണ്ട സംഗീത സിനിമകൾ ഇറക്കുന്നു. ആ സംഗീത സിനിമകൾ ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണത്തിൻ്റെ പേരിലും വസ്ത്രത്തിൻ്റെ പേരിലും പ്രണയത്തിൻ്റെ പേരിലെല്ലാം ഹിന്ദു സ്ത്രീകളെ മനഃപൂർവ്വം പ്രണയിച്ച് അവരുടെ മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് പ്രണയ വിവാഹങ്ങളൊക്കെ നടക്കുന്നു. അതിനാണ് ഈ ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നത് എന്ന പേരിലൊക്കെ സിനിമകൾ ഇറക്കുന്നു. അത് കൃത്യമായിട്ടും നമ്മുടെ കേരളത്തെ ടാർഗറ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്താണ് നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് ഇതാ വ്യത്യസ്ത മതത്തിൽപ്പെട്ട മുസ്ലിം മതത്തിൽപ്പെട്ട അലിയും ഹിന്ദു മതത്തിൽപ്പെട്ട ആര്യയും തമ്മിൽ വിവാഹവും നടക്കുന്നു. ഇതെന്തൊരു രസകരമായ കാര്യം എന്ന് ആലോചിച്ച് നോക്കി. ലൂത്ത് നബി എന്നറിയപ്പെടുന്ന മഹാപ്രവാചകന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മതക്കാരിയായിരുന്നില്ല. നോഹ എന്ന് ബൈബിളിലും നോഹ് എന്ന ഖുർആനിലും അറിയപ്പെടുന്ന മഹാപ്രവാചകന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മതക്കാരിയായിരുന്നില്ല. അവർ ഒരുമിച്ച് താമസിച്ചിരുന്നു, അവർക്ക് മക്കളുണ്ടായിരുന്നു. അടിപൊളി അടിപൊളി അടിപൊളി. മുഹമ്മദ് നബിയുടെ ഭാര്യയായ മാരിയ എന്ന സ്ത്രീ കോപ്റ്റിക് ക്രിസ്ത്യനായിരുന്നു. പടച്ചോനെ. പ്രവാചക ശിഷ്യന്മാരിൽ പലരുടെയും, ഹുദൈഫ പോലുള്ള പ്രവാചകന്റെ അറിയപ്പെട്ട ശിഷ്യന്മാരുടെ പലരുടെയും ഭാര്യമാർ യഹൂദരോ ക്രൈസ്തവരോ മറ്റ് മതക്കാരോ ആയിരുന്നു. അടിപൊളി. ഈ ചരിത്ര വസ്തുതകളൊന്നും പലപ്പോഴും നമ്മൾ അറിയാറില്ല. യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സ്വകാര്യമായ ആനുഭൂതികമായ തലത്തിൽ അനുഭവിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഈ ഒരു ചങ്ങാതിയെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു. ഇതൊക്കെ സാധ്യമാണ് എന്നൊക്കെ രീതിയിലൊക്കെ ഇദ്ദേഹം പറയുന്നു. അതായത് ഇസ്ലാമിലെ ഒരുപാട് പ്രവാചകന്മാരുടെ പേര് പറയുന്നു, അവർ ശിഷ്യന്മാരുടെ പേര് പറയുന്നു, അവർ ജൂതമതത്തിൽ നിന്ന് പോലും വിവാഹം കഴിച്ചു എന്ന് പറയുന്നത്. ഇസ്ലാമുകൾ പലപ്പോഴും ജൂതമതസ്ഥരെ അത്ര അംഗീകരിക്കുന്നില്ല. ജൂതക്കാർ വലിയ പ്രശ്നക്കാരെന്ന് പറയാം, പക്ഷെ അവരിൽ നിന്ന് പോലും വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതും അവരെ മതം മാറ്റാതെ തന്നെ വിവാഹം കഴിച്ച് അവരുമായിട്ട് ജീവിക്കും, അവർ കുഞ്ഞുങ്ങളുണ്ടാകുക, എന്ന് അടുത്ത തലമുറ ഉണ്ടാവുകയും ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഗതി കേൾക്കുന്നത്. എന്തായാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ആളുകളോടാണ്, ഇത് എന്തെങ്കിലും ഇതിൻ്റെ വസ്തുതകളും മറ്റൊക്കെ അറിയുമെങ്കിൽ പറഞ്ഞു തരണം. ഒപ്പം തന്നെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ലെറ്റ് ഇറ്റ് ഹാപ്പൻ, ഇങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നുകൂടി ഞാൻ പറഞ്ഞുള്ളൂ. എന്തായാലും ആയിരിക്കും ഒപ്പം തന്നെ അലിക്കും ഒരുപാട് നന്മ നിറഞ്ഞ ജീവിതം കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ബൈ.